ഒരു സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ബാലയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ മാത്രമേ ഉള്ളായിരുന്നു. ബാലയുമായി ബന്ധപ്പെട്ട വീഡിയോ എന്ന് പറയുമ്പോൾ ബാലയുടെ ഏതെങ്കിലും നല്ല സിനിമയെ പറ്റിയല്ല, നടൻ ബാലയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ബാലയുടെ ഓരോ വിഷയങ്ങൾ, ഭാര്യമാരുമായിട്ടുള്ള വിഷയങ്ങൾ, ആറാട്ട് സന്തോഷവർക്കായിട്ടുള്ള വിഷയങ്ങൾ, പിന്നെ ഫ്ലാറ്റിൽ തൂക്കുമായിട്ട് പോയെന്നുള്ള വിഷയങ്ങൾ, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. കുറേ ട്രോളിനകത്ത് വരുമായിരുന്നു. പുള്ളിക്ക് എന്തോ സംഭവിച്ചു പോയി. ഈ പുതിയ മുഖം സിനിമയൊക്കെ ഇറങ്ങുന്ന സമയത്ത് പൃഥ്വിരാജിനോടൊപ്പം മുട്ടി നിന്ന ഒരാളായിരുന്നു ബാല. അന്ന് ബാലയ്ക്കൊക്കെ ഭയങ്കര ചാൻസും ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ബാല ഇപ്പോൾ ഒരു കോമഡി സിനിമയിൽ നമ്മളൊരു കഥാപാത്രത്തെ കാണുന്ന പോലെയാണ് ഡെയിലി ലൈഫിൽ പുള്ളിക്കാരനുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്ത. മുൻ ഭാര്യ കേസ് കൊടുക്കുന്നു, പിന്നെ ബാലയുമായി ബന്ധപ്പെട്ട് കുറേ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നു. അതിനുശേഷം ഈ എലിസബത്തിനെ കല്യാണം കഴിക്കുന്നു. എലിസബത്തും ബാലയുമായി ബന്ധപ്പെട്ടുള്ള വിഷ്വൽസൊക്കെ ഭയങ്കര വൈറലായിരുന്നു. ഒരു മീഡിയയിൽ ചർച്ചയ്ക്കിടയിൽ എലിസബത്ത് ഇങ്ക ബാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സാധനമൊക്കെ ഭയങ്കര വൈറലായിരുന്നു. പിന്നെ ബാല എലിസബത്തും ആയി ബന്ധപ്പെട്ട് ഡിവോഴ്സിലേക്ക് വരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പം ഔദ്യോഗിക കല്യാണമല്ല എന്നുള്ള രീതിയിലൊക്കെ ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ കോകില എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അവർ കല്യാണം കഴിക്കുന്നു. ഇപ്പോൾ ബാലയുമായി ബന്ധപ്പെട്ട് അധികം നമ്മൾ കാണുന്നില്ല, ചർച്ചയൊന്നും അറിയുന്നില്ല. ഇപ്പോൾ അത്തരത്തിലുള്ള വലിയൊരു സോഷ്യൽ മീഡിയയിലൊന്നും ഇത്തരത്തിലുള്ള ചർച്ചയൊന്നും വരുന്നില്ലായിരുന്നു. പക്ഷേ ഇന്ന് നോക്കാൻ നേരത്ത് എലിസബത്ത് ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അവർ പറയുന്നത് എന്താ വെച്ചാൽ, തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ഉത്തരവാദി ബാലയാണ്, വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു, 250 കോടിയുടെ സ്വത്തുണ്ട് എന്ന് പറയുന്ന, അല്ലാതെ തന്നെ കാശുണ്ടെങ്കിൽ ആരോടൊപ്പം നിൽക്കുമെന്നും മുഖ്യമന്ത്രി പരാതി കൊടുത്തിട്ട് കാര്യമില്ലെന്നും ഒക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഇവർ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇവർ നമ്മളിത് കാണാൻ നേരത്തെ വേറെ ഏതോ യൂണിവേഴ്സിലുള്ള കുറേ മനുഷ്യരുടെ കഥ പോലെയാണ് സത്യത്തിൽ ഈ ബാലയും ബാലയുടെ വൈഫുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഓരോ വീഡിയോ വരാൻ നേരത്തെ നമുക്ക് തോന്നുന്നത്. ഈ സോഷ്യൽ മീഡിയയിലും അല്ലെ അത്യാവശ്യം സിനിമയിലൊക്കെ നല്ല ചാൻസോടെ നിന്ന ഒരാൾ അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്തൊക്കെയായി പോകുന്നു, ഇവരുടെ ഫാമിലി ഇഷ്യൂസ് എന്തൊക്കെയാവുന്നു. ഒരു സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ബാലയുടെ ഒരു ഓണ സമയത്ത് ഈ എലിസബത്തിൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് ബാലയും എലിസബത്തും തമ്മിലുള്ളൊരു വീഡിയോ ഉണ്ട്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ എലിസബത്തും ബാലയും കൂടെ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ ബാല വന്നിരിക്കുന്നു. എലിസബത്ത് ഇങ്ങനെ ഇലയിൽ ചോറ് എടുത്തിട്ട് തരാൻ പറയുന്നു. ബാല പറയാണ് തരാൻ പറയുന്നു. അപ്പോൾ ബാലയ്ക്ക് ചോറ് എടുത്ത് കൊടുക്കാൻ നേരത്ത് ഇയാൾ കായ് പിടിച്ച് തിരിച്ച് വായിലോട്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് എണ്ണീറ്റ് പോകുന്നൊരു സീനുണ്ട്. അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അവിടെ മനസ്സിലാവും എന്നുള്ളതാണ്. ഈ ഇത്തരത്തിലുള്ള വലിയ വിഷയങ്ങളൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ടായിരുന്നു. ഇന്നാണ് മറ്റൊരു വിഷയമായിട്ട് ഇപ്പോൾ എലിസബത്ത് വന്നത്. ഇതിനൊക്കെ ഇവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉത്തരവാദി ബാലയാണെന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട്. അന്ന് ആ വീഡിയോ കണ്ടപ്പം സാധാരണ ബാലയൊക്കെ നമ്മൾ സിനിമയിൽ കാണാൻ നേരത്ത് കൊള്ളാം, പുള്ളി പിന്നെ സംസാരിച്ച് കേൾക്കുമ്പോഴാണ് പുള്ളിയുടെ എന്നടാ എന്നൊക്കെ പറഞ്ഞ് സംസാരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അന്നൊക്കെ സിനിമയിൽ ഒരു ഹീറോ ലുക്കൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ. പിന്നെ പുള്ളിക്കാരൻ്റെ ഓരോ ക്യാരക്ടറും പുള്ളിക്കാരുടെ സംസാരവും ആൾക്കാരുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും ഒക്കെ വന്നപ്പോഴത്തേന് എല്ലാം കൈവിട്ടു പോയി. ഈ അടുത്ത സമയത്ത് ഈ എലിസബത്തിനെ ഞാൻ ശ്രദ്ധിച്ചുള്ളത്, ഈ അഹമ്മദാബാദിലൊരു വിമാനാപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ വിമാനാപകടവുമായി ബന്ധപ്പെട്ട് ആ ഹോസ്പിറ്റലിലായിരുന്നു ഈ എലിസബത്ത് വർക്ക് ചെയ്യുന്നത്. അവരൊരു മീഡിയയ്ക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോൾ അവിടെ അവർ വർക്കിലൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ പിന്നെയും കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഇഷ്യൂ ഉണ്ടായി ഇവർ ഹോസ്പിറ്റലിലേക്ക് മാറുകയാണ് ഇപ്പം ചെയ്തിരിക്കുന്നത്. അവരുടെ ലൈഫ് ബുദ്ധിമുട്ടിലാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇവർ ഡോക്ടറാണ്. ഇവർ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവരുടെയൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ വിചാരിക്കും ഇതൊക്കെ ഏത് യൂണിവേഴ്സാണെന്ന് വിചാരിക്കുന്ന രീതിയിലാണ് ഇവരുടെ എല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരുന്ന വീഡിയോ എന്ന് പറയുന്നത്. എലിസബത്തിൻ്റെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. ബാലയുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. ബാല ഇടയ്ക്ക് ഓരോരുത്തരെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നു, അത് പറയുന്നു ഇത് പറയുന്നു. പിന്നെ കുറേ വീഡിയോസൊക്കെ വരുന്നത് കാണാം, ഓരോരോ കാര്യങ്ങളൊക്കെ ഇടുന്ന കാണാം. മൊത്തത്തിൽ നമുക്ക് ഒരു കണക്ഷൻ ഇല്ലാത്ത രീതിയിലുള്ള കലാപരിപാടിയാണ് ഇവരുടെ ഫുള്ള് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ. ഒന്നുമില്ലെങ്കിലും ഇവരൊരു ഡോക്ടറല്ലേ. നിങ്ങൾക്ക് ഇതൊക്കെ വിട്ട് ഇപ്പം ഈ യൂട്യൂബിൽ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാതെ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയും എലിസബത്ത് ഒരു ഡോക്ടറാണ്. കുറച്ചും കൂടെ നിങ്ങളൊന്നും ആ ഒരു നിലവാരത്തിലേക്ക് ഉയർന്ന് സംസാരിച്ചാൽ നന്നായിരിക്കും, പെരുമാറിയാൽ നന്നായിരിക്കും. ഒരു മെഡിക്കൽ പ്രൊഫഷനിൽ നിൽക്കുന്ന ഒരാൾക്ക് മറ്റൊരാളിൽ നിന്നും ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ വരുമാനം ഉണ്ടാക്കാം, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ജീവിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഫ്രീഡം ഉണ്ട്. കാരണം നല്ലൊരു പ്രൊഫഷനാണ് കയ്യിരിക്കുന്നത്. അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ സത്യത്തിൽ ഇങ്ങനെ സൊസൈറ്റിയുടെ ഫ്രണ്ടിൽ ആദ്യമൊക്കെ ഇത് വലിയ സീരിയസ് ആയിട്ടൊക്കെ ആൾക്കാർ കാണുമായിരുന്നെങ്കിൽ ഇപ്പോൾ സൊസൈറ്റിയുടെ മുമ്പിലും അത്ര ഒരു വാല്യൂ ഉണ്ടോ ഇവരുടെയൊക്കെ വിഷയങ്ങൾക്ക് നിന്ന് എനിക്ക് സംശയം. ആദ്യമേ ഇത് കേൾക്കാൻ നേരത്ത് മറ്റൊരു പാട്ടുകാരി ഉണ്ടായിരുന്നു, ബാലയുടെ മുൻ വൈഫ്. അവരുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, കുറേ പ്രശ്നങ്ങൾ വരുന്നു. പിന്നെ ബാല ഇവരെ കല്യാണം കഴിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കുറേ ട്രോളും കോമഡിയൊക്കെ വരുന്നു. പിന്നെ അതിനുശേഷം ഇപ്പം മറ്റൊരു കല്യാണത്തിലേക്ക് അതുമായി ബന്ധപ്പെട്ട് കുറേ വീഡിയോസ് വരുന്നു. കുറേ ഓൺലൈൻ മീഡിയക്കാരൊക്കെ ഇവരുടെ പിന്നാലെ നടക്കുന്നു, ബഹളം വെക്കുന്നു, ഇവർ സംസാരിക്കുന്നു, ഇവർ ഓൺലൈനിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. എന്ത് കാര്യം എന്നറിയത്തില്ല. ഇപ്പോൾ എലിസബത്തിൻ്റെ വീഡിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരും
അവർ ഓക്കെ അല്ല എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജോബുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടെ എൻഗേജ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന് എനിക്ക് തോന്നുന്നു. അവോയ്ഡ് ചെയ്ത് കളഞ്ഞിട്ട് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് സത്യത്തിൽ ചെയ്യേണ്ടത്. ഇവിടെ കുറേ ആൾക്കാർ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്ത് റിയാക്ട് ചെയ്തിട്ടില്ല. ഞാൻ ഇന്നത് കണ്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നിയ കാര്യം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് നല്ലൊരു ജോലിയുണ്ട്, നിങ്ങൾക്ക് നല്ലൊരു ഡിഗ്രി ഉണ്ട്. ആ ഡിഗ്രി വെച്ച് നിങ്ങൾക്ക് ഈ രാജ്യത്ത് അത്യാവശ്യം നല്ല രീതിയിൽ സാലറിയോടെ വർക്ക് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? എന്തായാലും ആദ്യമായിട്ട് പേജ് കാണുന്നവർ ഫോളോ ചെയ്യാം.